ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷാമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫർണിങ്ങാനത്താട്ടോ. ഫർണിങ്ങാനത്ത് അൽഫോൻസമ്മയുടെ പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലാ രൂപതയ്ക്ക് കീഴിൽ വരുന്ന ഫർണിങ്ങാനം സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിൽ വരുന്ന ഒരു കൊച്ചു സെമിത്തേരി പള്ളിയാണ് സെൻറ് അൽഫോൻസ പള്ളി. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നതാണ് അൽഫോൻസ പള്ളി. അൽഫോൻസ പള്ളിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുത്തെ ഫർണിങ്ങാനം സെൻറ് മേരീസ് പള്ളിയുടെ ഒരു ചെറിയ ചരിത്രം പറയാനുണ്ട്. ഭരണങ്ങാനത്ത് ഒരു പള്ളി സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു, എവിടെ പള്ളി സ്ഥാപിക്കുമെന്നുള്ളത്. അതിനൊരു പരിഹാരമായി ആനയുടെ മുകളിൽ വെച്ച കല്ല് എവിടെ ചാടുന്നോ അവിടെ നമുക്കൊരു പള്ളി പണിയാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഭരണങ്ങാനത്ത് ഈ ഒരു പള്ളി പണിതത്. AD 1004 ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായത്. ആനക്കല്ല് പള്ളിയും എന്ന് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അങ്ങനെ കല്ല് ചാടിയ സ്ഥലത്ത് ആനക്കല്ല് എന്നൊരു പേര് വരികയും അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. അതാണ് ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഭരണങ്ങാനം പള്ളി. അതിനോടനുബന്ധമായിട്ട് 1945 സെന്റ് മേരീസ് പള്ളിയുടെ ഒരു സെമിത്തേരി ചാപ്പൽ ആരംഭിക്കുകയുണ്ടായി. ആ സെമിത്തേരി ചാപ്പലിലാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് 2008 ഒക്ടോബർ 12 അൽഫോൻസമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു പള്ളി പണിതതും ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയതും. 1910 ഓഗസ്റ്റ് 19 അൽഫോൻസമ്മയുടെ ജനനം. കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് വീട്ടിൽ ജനിച്ച അൽഫോൻസമ്മയുടെ അന്നത്തെ പേര് അന്ന എന്നായിരുന്നു. അന്നയുടെ ജനനത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്നയുടെ അമ്മ മരണപ്പെട്ടു. എന്നാൽ സ്നേഹനിധിയായ അമ്മായിയാണ് അവളെ വളർത്തിയത്. തുടർന്ന് 13-ാം വയസ്സിൽ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി, വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി തീയിൽ ചാടിയതും ഗുരുതരമായി കാലുകൾക്ക് പൊള്ളലേറ്റതുമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തുടർന്ന് ഫ്രാൻസിസ്കൻ ക്ലാരറ്റ് സഭയിൽ ചേരുകയും 1931 ആദ്യ വ്രതം സ്വീകരിക്കുകയും ചെയ്തു. 1936 സ്ഥിരവ്രതം സ്വീകരിക്കുകയും തുടർന്ന് അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ജീവിതത്തിൽ ഉടനീളം ശാരീരിക രോഗങ്ങളും അതുപോലെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടതായി വരുന്നു. അങ്ങനെ 1946 ജൂലൈ 28 തൻ്റെ 35-ാം വയസ്സിൽ സിസ്റ്റർ മരണപ്പെടുകയാണ് ഉണ്ടായത്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. തുടർന്ന് 2008 ഒക്ടോബർ 12 ബെനഡിക്റ്റൻ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.